കേരളത്തിലെ ജനങ്ങൾ അടിമകൾ മാത്രമല്ല വിഡ്ഢികളും കൂടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡാം നമ്മുടെ തലയ്ക്ക് മേലെ കീപ്പ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നത്. ലോകത്തിൽ ബോധമുള്ള ആരെങ്കിലും 130 വർഷം പഴക്കമുള്ള ഒരു ഡാം തലയിൽ വെച്ചുകൊണ്ടിരിക്കും? ഇനി ഏതാണ്ടൊക്കെ നാളുകൾ എണ്ണപ്പെട്ടിട്ടുണ്ട്. അതാണ് സുപ്രീം കോടതി ഇങ്ങനെ പറയാൻ കാരണം. മനസ്സിലായ? ഏതാണ്ടൊക്കെ നാളുകൾ എണ്ണപ്പെട്ടിട്ടുണ്ട്. 1924 ഇത് പാർഷ്യലായിട്ട് തകർന്നു പോയതാണ്. അന്ന് 4.58 ലക്ഷം രൂപ കൊടുത്ത് റീകൺസ്ട്രക്ട് ചെയ്യുക ചെയ്ത് മുല്ലപ്പെരിയാർ ഡാം. ഈ 99 വെള്ളപ്പൊക്കം എന്ന് പറയൂലേ, അത്. അപ്പോൾ അന്നത്തെ 4.58 എന്ന് പറയുമ്പോൾ ഇന്നത്തെ 232 കോടിയാണ്. അത്രയും ഉപയോഗിച്ചാണ് ഇത് റീകൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒന്ന് പരിശോധിച്ചിട്ട് എത്ര നാളായി? മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ചിട്ട് ഒരു സയൻറ്റിഫിക് എക്സാമിനേഷൻ നടത്തി എന്ന് പറയണ്. ശരിക്കും പറഞ്ഞാൽ എക്സാമിനേഷൻ നടത്തി, റിസൾട്ട് മാനിപ്പുലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇപ്പോൾ കറന്റ്ലി ഇപ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥ എന്താണ്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ ഡാം പരിശോധിച്ചത് 40 വർഷം മുമ്പാണ്. അന്ന് ഒരു റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ച് 300ഓളം വീഡിയോസ് എടുത്തതിൽ 10-12 കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളൂ.